ഹലോ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യാൻ നിർബന്ധിതനാണോ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യണോ എന്നുള്ളൊരു തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ്. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. അതിനുശേഷം റെസിഡൻറ്റിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്. രണ്ടാമത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇതാണ് മെയിനായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഇനി മെയിനായിട്ട് നോക്കാനുള്ളത് 3 സെക്ഷൻ ഓഫ് ആൾക്കാരെയാണ്. അതിൽ ഫസ്റ്റ് വൺ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, നമ്മൾ ഷോർട്ടാക്കിയിട്ട് ROR എന്ന് പറയും. രണ്ടാമത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, RNOR അല്ലെങ്കിൽ NOR എന്ന് നമ്മൾ പറയും. മൂന്നാമത് നോൺ റെസിഡൻറ്റ്. ഈ 3 കാറ്റഗറീനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ 3 പേരെ അവിടെ നിർത്തി നമ്മളിനി വേറൊരു ഭാഗത്തേക്ക് വന്നു. ഇനി നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ബേസിക് കണ്ടീഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമുക്ക് 2 ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഹി ഈസ് ഇൻ ഇന്ത്യ in that previous year for a period of 182 days or more. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രീവിയസ് ഇയറിൽ ആ ഇൻഡിവിജ്വൽ, ആ വ്യക്തി പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ. പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കാം. He has been in India for at least 365 days during the 4 years preceding the previous year and is in India for at least 60 days during the previous year. രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള വർഷം. പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാലോ, പ്രീവിയസ് ഇയറിൻ്റെ മുന്നിലുള്ള വർഷങ്ങളെയാണ് നമ്മൾ പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറിൻ്റെ മുന്നിലുള്ള 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയറിൻ്റെ മുന്നിലുള്ള 4 വർഷങ്ങൾ, ഈ 4 വർഷങ്ങളിലും കൂടിയിട്ട് ടോട്ടലായിട്ട് ഈ വ്യക്തി 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. കൂടെ പ്രീവിയസ് ഇയറിൽ, അതായത് നമ്മുടെ തൊട്ട് ബാക്കിലുള്ള പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവണം. ഇതാണ് ഒരു ബേസിക് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ഈ വ്യക്തി പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിന് മുന്നേ ഉള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവണം. ഇതാണ് 2 ബേസിക് കണ്ടീഷൻസ്. ക്ലിയർ ആയോ? ഇനി ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഓർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണുന്നുണ്ടായിരിക്കും. അതായത് ഇതിലേതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ വ്യക്തി റെസിഡൻ്റ് ആയിട്ട് മാറും. ആ വ്യക്തി ആരാണ്? റെസിഡൻ്റ് ആവും. ക്ലിയർ? ഇനി ഇതിൽ ഒരു ബേസിക് കണ്ടീഷൻ, ഒന്നാമത്തെ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത്തെ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വ്യക്തി നോൺ റെസിഡൻ്റായി മാറും. അതായത് ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോൺ റെസിഡൻ്റായി മാറും. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനോ അല്ലെങ്കിൽ 2 ബേസിക് കണ്ടീഷനോ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ ആ വ്യക്തി ആരാവും? റെസിഡൻ്റ് ആയിട്ടും മാറും. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ് ബേസിക് കണ്ടീഷൻ്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലായി. റെസിഡൻ്റ് ആരാന്നും നോൺ റെസിഡൻ്റ് ആരാന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റെസിഡൻറ്റിൻ്റെ 2 സബ് കാറ്റഗറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ്
ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അവരെ എങ്ങനെയാണ് ആരാണ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ തരാവുന്നത്, 2 അഡീഷണൽ കണ്ടീഷൻസും കൂടെ തരാം. 2 അഡീഷണൽ കണ്ടീഷനും കൂടെ ഞാൻ തരാം. നമ്മൾ ഓൾറെഡി കണ്ടത് ബേസിക് കണ്ടീഷനാണ്. ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവും. ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോൺ റെസിഡൻ്റ് ആവും. ഇനി നമ്മൾ 2 അഡീഷണൽ കണ്ടീഷൻസ് നോക്കാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, he has been resident in India in at least 2 out of the 10 previous years preceding the relevant previous year. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ പ്രിസീഡിങ്, അതിന് മുന്നേ ഉള്ള 10 വർഷങ്ങളിലായിട്ട്, പ്രിസീഡിങ് പ്രീവിയസ് ഇയർ ആണ് പറയുന്നത്, നമ്മുടെ പ്രീവിയസ് ഇയറിലല്ല, അതിന് മുന്നേ ഉള്ള 10 വർഷങ്ങളിൽ ടോട്ടലായിട്ട് 2 വർഷക്കാലം ഇന്ത്യയിൽ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ. പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള 10 വർഷങ്ങളിൽ 2 വർഷങ്ങളെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. 2 വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണോ, 365 + 365, അത്രയും ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ക്ലിയർ? ഇനി നമുക്ക് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, he has been in India for at least 730 days in all during the 7 previous years preceding the relevant previous year. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള 7 വർഷങ്ങളിലായിട്ട്, പ്രിസീഡിങ് ഇയേഴ്സിനെ തന്നെയാണ് പറയുന്നത്, പ്രിസീഡിങ് പ്രീവിയസ് ഇയറിനെ 7 വർഷങ്ങളിലായിട്ട് ടോട്ടലായിട്ട് 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ആ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ 2 അഡീഷണൽ കണ്ടീഷൻസും പറഞ്ഞു. ഇനി ഇപ്പോൾ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് കാണുന്നുണ്ടായിരിക്കും, ആൻഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ഓൾറെഡി ബേസിക് കണ്ടീഷൻ ആരാണോ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തത്, ആ വ്യക്തിയെ നമ്മൾ റെസിഡൻ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയും. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയും. ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റായി, അതിനുശേഷം അഡീഷണൽ കണ്ടീഷൻസിൽ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല, ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം റെസിഡൻ്റ് ആവും. ആ ബേസിക് കണ്ടീഷൻ്റെ കൂടെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വൽ ആരാവും? ഓർഡിനറിലി റെസിഡൻ്റ് ആവും. എന്നാൽ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തു, ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല, ആ സിറ്റുവേഷൻ വന്നാൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റായി മാറും. ഇപ്പം നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്കിപ്പോൾ 2 സെക്ഷൻ ഓഫ് കണ്ടീഷൻസ് ആണുള്ളത്. ബേസിക് കണ്ടീഷൻസും ഉണ്ട്, അഡീഷണൽ കണ്ടീഷൻസും ഉണ്ട്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആയിട്ട് മാറും. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇനി ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി നോൺ റെസിഡൻ്റ് ആയി മാറും. ക്ലിയർ? ഇനി റെസിഡൻ്റ് ആയൊരു വ്യക്തി, അതായത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ എങ്കിലും, അല്ലെങ്കിൽ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ റെസിഡൻ്റ് ആയി മാറി. ആ വ്യക്തി 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ വ്യക്തിയെ നമ്മൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നാണ് പറയുന്നത്.
ഇനി ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റ് ആയ ഒരു വ്യക്തി അഡീഷണൽ കണ്ടീഷനിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്നും കൂടെ ഗ്രാഫിലേക്ക് കടക്കാം. പ്രസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല, ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിലാണ് നോൺ റെസിഡൻ്റ് ആവുന്നത്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ ആ വ്യക്തി റെസിഡൻ്റ് ആവും. ബേസിക് കണ്ടീഷൻ്റെ കൂടെ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ്റെ കൂടെ രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ വ്യക്തി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റായി മാറും. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റ് ആയ വ്യക്തി അഡീഷണൽ കണ്ടീഷൻസ് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റായി മാറും. മൂന്നാമത് നമ്മൾ ഓൾറെഡി നോൺ റെസിഡൻ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ റെസിഡൻ്റ് ആയൊരു വ്യക്തി രണ്ട് അഡീഷണൽ കണ്ടീഷനും രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റായി മാറും. രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതിനിപ്പോൾ ഒരെണ്ണം ചെയ്താലും ഒരെണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ, രണ്ടും ചെയ്താൽ മാത്രമേ ഓർഡിനറിലി റെസിഡൻ്റ് ആവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റായി മാറും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 പേരെ ആയിരുന്നു നോക്കാനുണ്ടായിരുന്നത്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും, നോൺ റെസിഡൻറ്റും. ഇനി ഇപ്പോൾ നമുക്ക് എന്താ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലൊരു ചെറിയ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ചെറിയൊരു കേസ്. അതെന്താ നമുക്ക് നോക്കാം. ഈ എക്സെപ്ഷൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബേസിക് കണ്ടീഷനിൽ മാത്രമാണ് ഈ എക്സെപ്ഷൻ വരുന്നത്. സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടായി വിചാരിക്കേണ്ട ചെറിയൊരു കാര്യമാണ്. അതായത് ആൻ ഇൻഡിവിജ്വൽ ബീയിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് or for the purpose of an employment outside India or for doing business must have stayed in India for at least 182 days instead of 60 days. നമ്മൾ ബേസിക് കണ്ടീഷൻ പറഞ്ഞപ്പോൾ ഒരു 60 ദിവസത്തെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ. ആ 60 ദിവസത്തിന് പകരം രണ്ട് കൂട്ടർക്ക്, രണ്ട് സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് 182 ദിവസം തന്നെ വേണം. അത് ആരൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ ഇവരെന്താണ് അബ്രോഡിൽ ബിസിനസ് ആവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ പോയിട്ട് അബ്രോഡിൽ താമസിക്കുന്നവരാണ് അവർ. രണ്ടാമത് ഒരു ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി, ഇന്ത്യൻ ഷിപ്പ് ക്രൂ മെമ്പറാണ്, ഷിപ്പിൻ്റെ ക്രൂ മെമ്പറാണ്. ഷിപ്പ് എപ്പോഴും കടലിലാവുമല്ലോ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും. അപ്പോൾ ഈ രണ്ട് ആൾക്കാർക്കും കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ ഒരു 60 ദിവസം നാട്ടിൽ വേണമല്ലോ, ഇന്ത്യയിൽ വേണമല്ലോ. ആ 60 ദിവസത്തിന് പകരം 182 ദിവസം അവർ ഇന്ത്യയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്ക് റെസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. 60 പോരാ, 182 തന്നെ വേണം, എന്നാലാണ് അവർ റെസിഡൻ്റ് ആവുള്ളൂ. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ എക്സെപ്ഷൻ കിട്ടിയിരിക്കുന്നത്, ഇതൊരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പുറത്താണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒറിജിൻ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതോ മറ്റോ ഇന്ത്യയിലാണ്, പക്ഷെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും സെറ്റിൽഡ് ആണെങ്കിൽ, ഈ രണ്ട് കേസിലും നമ്മൾ വല്ലപ്പോഴും നാട്ടിൽ വന്ന് പോവാറൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. ഇങ്ങനെയാണെങ്കിലും നമ്മൾ എന്താണ്, ഈ 60 ദിവസത്തിന് പകരം 182 ദിവസം നാട്ടിലുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടുത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മൾ ഇവിടുത്തെ റെസിഡൻ്റ് ആവുള്ളൂ. ഇൻകം ടാക്സ് ലോ പ്രകാരം നമ്മൾ ഇവിടുത്തെ റെസിഡൻ്റ് ആവണമെങ്കിൽ 60 ദിവസത്തിന് പകരം 182 ദിവസം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാവണം. ഇതൊക്കെ ഈ 4 കേസിലാണ്, 2 കേസിലായിട്ട് 4 പാർട്ടീസിനാണ് ഈ എക്സെപ്ഷൻ കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ബേസിക് കണ്ടീഷനും
അഡീഷണൽ കണ്ടീഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇപ്പോൾ ഈ ടോട്ടൽ 182 ദിവസം 60 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ 60 ദിവസം നാട്ടിൽ നിൽക്കണം എന്നാണോ? ഒരിക്കലും അല്ല. ഇവരിപ്പോൾ ഇത് എന്താവശ്യത്തിന് നാട്ടിൽ വന്നതാണെങ്കിലും, പേഴ്സണൽ ആവശ്യത്തിന് വന്നതാണെങ്കിലും, ജോലിയുടെ ആവശ്യത്തിന് വന്നതാണെങ്കിലും അതൊന്നും ലോ പ്രകാരം ഇമ്പോർട്ടൻ്റ് അല്ല. എത്ര ദിവസം, അതായത് ഒന്നിച്ചിട്ട് ആവണം എന്നില്ല. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം നിന്നിട്ട് പോയി, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 30 ദിവസം നിന്നു, അങ്ങനെയാണെങ്കിലും ടോട്ടൽ 60 ദിവസം അല്ലെങ്കിൽ ടോട്ടൽ 182 ഡേയ്സ് 182 ദിവസം ആ ഒരു ടോട്ടൽ കണക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇന്ത്യയിൽ വന്ന ആ ഒരു ദിവസം, വന്ന ദിവസത്തിനെയും തിരിച്ചു പോകുന്ന ആ ഒരു ദിവസത്തിനെയും നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മണിക്കൂറിൻ്റെ കണക്കാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 24 hours എടുത്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു ദിവസം എന്നുള്ള കണക്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഒന്നിച്ചിങ്ങനെ ഇപ്പോൾ 182 ദിവസം ഒന്നിച്ച് 182 ദിവസം നിൽക്കണം എന്നല്ല. ആ ഒരു 365 പ്രീവിയസ് ഇയറിൽ 365 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് 182 ദിവസം നിന്നാൽ മതി. ഇനി ഇത് ഫുള്ള് ഒരേ സ്ഥലത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ തന്നെ വന്നോളണമെന്നില്ല. ഇന്ത്യയുടെ ഉള്ളിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും എന്താവാൻ പറ്റും, വന്നിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത്രയും ദിവസം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡേറ്റ് ഇത്രയും ദിവസങ്ങൾ കവർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു തിയറി ഔട്ട്ലൈൻ. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കണം. താങ്ക് യു.